ഇറാന്റെ ദുഷ്ടതയുടെ അച്ചുതണ്ടിന്റെ പ്രധാന എഞ്ചിനായിരുന്നു ഇസ്രയേൽ ഇല്ലാതാക്കിയ നസ്രള്ള എന്ന തീവ്രവാദിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ട വാർത്ത പുറത്തുവന്നതിന് ശേഷം ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിസ്ബുള്ളയുടെ ഭീകരതലവൻ ഹസൻ നസ്രള്ളയെ കൊലപ്പെടുത്താനുള്ള ഓപ്പറേഷന് ന്യൂ ഓർഡർ എന്നാണ് പേര് നൽകിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണ സമയത്ത് ഇസ്രായേൽ വ്യോമസേനയുടെ ഭൂഗർഭ കമാൻഡ് സെന്ററിൽ നിന്നുള്ള ചിത്രങ്ങളും സൈന്യം പുറത്തുവിട്ടു. നൂറുകണക്കിന് അമേരിക്കക്കാരും ഡസൻ കണക്കിന് ഫ്രഞ്ചുകാരും ഉൾപ്പെടെ എണ്ണമറ്റ ഇസ്രായേലികളുടെയും മറ്റു രാജ്യങ്ങളിലെ നിരവധി പൗരന്മാരുടെയും കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയായ ഒരാളുമായി ഞങ്ങൾ കണക്കുകൾ തീർത്തു എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഹസൻ നസ്രള്ളയുടെ കൊലപാതകത്തെ വിശേഷിപ്പിച്ചത്. ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടിന്റെ പ്രധാന എഞ്ചിനായിരുന്നു നസ്രള്ള. ഇസ്രയേൽ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നസ്രള്ളയുടെ ഉന്മൂലനം അനിവാര്യമായ ഒരു വ്യവസ്ഥയായിരുന്നു. വടക്കൻ ഇസ്രയേൽ നിവാസികളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരിക, വർഷങ്ങളോളമായുള്ള മേഖലയിലെ അധികാര പ്രതിസന്ധി മാറ്റുക തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ നസ്രള്ള ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അതിനാൽ ഞാൻ നിർദ്ദേശം നൽകി. നസ്രള്ള ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നും നെതന്യാഹു പറഞ്ഞു. രക്ഷിക്കാൻ നസ്രള്ള ഇല്ലെന്നുള്ള തിരിച്ചറിവ് ഇസ്രയേൽ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസിനെയും സമ്മർദ്ദത്തിലാക്കും. നസ്രള്ള ഇസ്രയേലിനെക്കുറിച്ച് പറഞ്ഞത് ചിലന്തിവല എന്നാണ്. എന്നാൽ ചിലന്തിവലകൾക്ക് പകരം ഇസ്രയേലിന്റെ നിലനിൽപ്പും ഭാവിയും ഉറപ്പാക്കാൻ ദൃഢനിശ്ചയമുള്ള ഐക്യവും ശക്തവുമായ ഒരു രാഷ്ട്രത്തിന്റെ ഉരുക്കുപാലങ്ങളാണ് നസ്രള്ള കണ്ടെത്തിയത്. തിന്മയുടെ അച്ചുതണ്ടിനെ എതിർക്കുന്നവരെല്ലാം ഇറാന്റെ അക്രമാസക്തമായ സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ ക്ലേശിക്കുന്നവരും ലബനനിലും സിറിയയിലും ഇറാനിലും മറ്റു സ്ഥലങ്ങളിലും അതിന്റെ പ്രോക്സികൾക്കും കീഴിൽ ഞെരുങ്ങുന്നവരെല്ലാം ഇന്ന് പ്രതീക്ഷയിൽ നിറഞ്ഞിരിക്കുകയാണ്. ആ രാജ്യങ്ങളിലെ പൗരന്മാരോട് ഞാൻ പറയുന്നു, ഇസ്രയേൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ആയത്തുള്ളിയുടെ ഭരണത്തോട് ഞാൻ പറയുന്നു, ഞങ്ങളെ പ്രഹരിക്കുന്നവരെ ഞങ്ങൾ പ്രഹരിക്കും. ഇസ്രയേലിന്റെ നീണ്ട കരങ്ങൾക്കെത്താൻ കഴിയാത്ത ഒരു സ്ഥലവും ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ല. ഇന്ന് ഇത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം. ഇസ്രയേൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രയേൽ പൗരന്മാരെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു പറഞ്ഞു. ദൈവസഹായത്താൽ ഇസ്രയേൽ ഒരുമിച്ച് പോരാടി ഒരുമിച്ച് വിജയം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.